ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജ്ഞാനികൾ ഈശോയെ ആരാധിക്കാനെത്തുന്നത് പൊന്ന്, മീറ, കുന്തിരിക്കം ഈ 3 കാഴ്ചവസ്തുക്കളുമായിട്ടാണ്. ഇതിൽ രണ്ടാമത്തെ കാഴ്ചവസ്തുവായ മീറയെപ്പറ്റിയാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത്. രാജകീയ സുഗന്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മീറ പുരാതന കാലങ്ങളിൽ മൃതശരീരങ്ങൾ പൊതിയുന്നതിനായി ഉപയോഗിച്ചിരുന്നു. എന്തുകൊണ്ടായിരിക്കും അന്ന് അവർ ഈശോയ്ക്ക് ഇത് കാഴ്ചവെച്ചിട്ടുണ്ടാകുക? അവർക്കറിയാമായിരുന്നു ഈ ശിശു വളർന്ന് മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് ബലിയാകുവാനുള്ളവരാണെന്ന്. ഈശോ ആഗ്രഹിക്കുന്ന മീറ നമ്മുടെ പരിഹാര പ്രവൃത്തികളാണ്. ദീർഘക്ഷമയുള്ള അധ്വാനവും പരിത്യാഗ പ്രവൃത്തികളുമാണ് മീറ. ഈശോയുടെ സംസ്കാര സമയത്ത് അരിമത്യാക്കാരൻ ജോസഫും നിക്കോദെമോസും ചേർന്ന് 100 റാത്തലോളം മീറയും ചെന്നിനായകവും കലർന്ന സുഗന്ധദ്രവ്യങ്ങൾ ഈശോയുടെ ശരീരത്തിൽ പൊതിഞ്ഞുവെന്നാണ് യോഹന്നാൻ സുവിശേഷൻ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കും ജ്ഞാനികളെപ്പോലെയും അരിമത്യാക്കാരൻ ജോസഫിനെ പോലെയും നമ്മുടെ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും പ്രാർത്ഥനകളും ഉണ്ണീശോയുടെ മുമ്പിൽ കാഴ്ചവെക്കാനുള്ള കൃപ ലഭിക്കുന്നതിനായി ഈ മംഗളവാർത്ത കാലത്ത് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.